ഓണം ക്യൂസ് പാർട്ട് 2 പാർട്ട് 1 ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. കർക്കിടക മാസത്തിലെ ഏതു നാളിലാണ് പിള്ളേരോണം ആഘോഷിക്കുന്നത്? ഉത്തരം തിരുവോണം നാളിൽ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓണത്തലേന്നൊരുക്കുന്ന കാഴ്ചക്കുലകൾക്ക് പറയുന്ന പേര്? ഉത്തരം ഉത്രാട കാഴ്ച. കാഴ്ചക്കുല കൃഷി നടത്തുന്നതിൽ പ്രസിദ്ധമായ ജില്ല ഏത്? ഉത്തരം തൃശ്ശൂർ ജില്ല. ചിങ്ങമാസത്തിലെ ഏതു നാളിലാണ് ആറന്മുള വള്ളംകളി നടത്തുന്നത്? ഉത്തരം ഉത്രട്ടാതി നാളിൽ. ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? ഉത്തരം പമ്പയാറ്റിൽ. പണ്ട് അത്തച്ചമയം വിളംബരം ചെയ്യാൻ നടത്തിയിരുന്ന ഘോഷയാത്ര ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം ദേശം അറിയിക്കൽ. ആരൊക്കെ ചേർന്നാണ് അത്തച്ചമയം ഘോഷയാത്ര നടത്തിയിരുന്നത്? ഉത്തരം കൊച്ചി രാജാവും കോഴിക്കോട് സാമൂതിരിയും. മൂലം വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? ഉത്തരം ചമ്പക്കുളം പമ്പാ നദിയിൽ. പൂക്കൾ ശേഖരിക്കുവാൻ കുട്ടികൾ ഉപയോഗിക്കുന്ന പൂക്കുട്ടയുടെ മറ്റൊരു പേര്? പൂവട്ടക, പൂവട്ടി. ഐതിഹ്യമനുസരിച്ച് മഹാബലി നർമ്മദ നദിയുടെ തീരത്ത് നടത്തിയ ദിവസങ്ങളോളം നീളുന്ന വിശ്വജിത് യാഗത്തിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു? ഉത്തരം മഹാബലിയെ ആരും തോൽപ്പിക്കാതിരിക്കാൻ. വാമനൻ മഹാബലിയോട് ആവശ്യപ്പെട്ടത് എന്താണ്? ഉത്തരം 3 അടി മണ്ണ്. കന്നുകാലികൾക്കായി നടത്തുന്ന ഓണം എന്ന് വിശേഷണമുള്ളത്? ഉത്തരം 28-ാം ഓണം. രണ്ടാം ഓണം എന്ന് വിശേഷിപ്പിക്കുന്നത്? ഉത്തരം തിരുവോണം. കോഴിക്കോട് ജില്ലയിൽ മഹാബലി സങ്കല്പത്തിൽ മലയാള സമുദായക്കാർ കെട്ടുന്ന തെയ്യത്തിനെ പറയുന്ന പേര്? ഉത്തരം ഓണപ്പൊട്ടൻ. ഓണക്കാലത്തെ മത്സരിച്ചുള്ള ഊഞ്ഞാലാട്ടം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ആട്ടം പറക്കൽ. ഓണത്തുനാട്, ഓടനാട്, ഓണാട് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശമേത്? ഉത്തരം കായംകുളം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഈ കവിതയുടെ രചയിതാവ് ആര്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. പണ്ട് അത്തച്ചമയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ കൊട്ടാരം നർത്തകിമാരുടെ നേതൃത്വത്തിൽ നൃത്തവും ഉണ്ടായിരുന്നു. ഈ നൃത്തത്തെ പറയുന്നത്? ഉത്തരം ദാസിയാട്ടം. തൃശ്ശൂർ ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും ഓണക്കാലത്ത് വീടുകൾ തോറും കയറിയിറങ്ങുന്ന കലാരൂപം? ഉത്തരം കുമ്മാട്ടിക്കളി. ഏത് മലയാള മാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്? ഉത്തരം ചിങ്ങമാസത്തിൽ. തുമ്പി തുള്ളുമ്പോൾ ഉറയുന്ന സ്ത്രീകൾ അടുത്തു കൂട്ടിയിട്ട പൂവാലി എറിയാറുണ്ട്. ഈ ചടങ്ങിൻ്റെ പേര് എന്താണ്? ഉത്തരം പൂപ്പടവാരൽ. എന്തിനു വേണ്ടിയാണ് ആളുകൾ ഓണത്തിന് ഓണക്കോടിയും ഓണസദ്യയും ഓണക്കളികളും ഒക്കെ ഒരുക്കുന്നത്?
ഉത്തരം സമ്പൽ സമൃദ്ധമായ മാവേലിയുടെ ഭരണം ഓർക്കുവാൻ വേണ്ടിയാണ്. ഓണാഘോഷത്തിന് ഉപയോഗിച്ചിരുന്ന സംഗീത ഉപകരണം ഏത്? ഉത്തരം ഓണവില്ല്. ബലിതർപ്പണം എന്ന ഓണക്കവിത എഴുതിയതാര്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഓണത്തോടനുബന്ധിച്ച് മുതിർന്നവരും കുട്ടികളും പങ്കെടുക്കുന്ന പന്ത് കളി ഏത്? ഉത്തരം തലപന്തുകളി. ഓണത്തോടനുബന്ധിച്ച് മൂലം നാളിൽ കുട്ടനാട് നടക്കുന്ന ജലോത്സവം. ഉത്തരം ചമ്പക്കുളം വള്ളംകളി. മഹാബലി വാണിരുന്ന നീളവേ നഗരത്തിന് ഭാരതീയ സാഹിത്യത്തിൽ കാണപ്പെടുന്ന പേര്? ഉത്തരം ശോണിതാപുരം. ആറാം ഓണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം കാടിയോണം. മഹാബലിയുടെ യാഗവേദിയിൽ മുനികുമാരൻ്റെ വേഷത്തിൽ എത്തിയതാര്? ഉത്തരം വാമനൻ. അവർക്കും ഓണമുണ്ടായിരുന്നു എന്ന കവിതയുടെ രചയിതാവാര്? ഉത്തരം വയലാർ രാമവർമ്മ. ഉത്രാടം ദിവസം പിറ്റേ ദിവസത്തെ ഓണാഘോഷത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുവാൻ മലയാളികൾ നടത്തുന്ന യാത്രയ്ക്ക് എന്താണ് പറയുന്നത്? ഉത്തരം ഉത്രാടപ്പാച്ചിൽ. ഓണക്കാലത്ത് തുമ്പച്ചെടി കൊണ്ട് മുഖം മറച്ച് കണ്ണടച്ചിരിക്കുന്ന പെൺകുട്ടികൾക്ക് ചുറ്റും ഒരു കൂട്ടം സ്ത്രീകൾ ചെന്ന് പാട്ടുപാടി കളിക്കുന്ന വിനോദമേത്? ഉത്തരം തുമ്പിതുള്ളൽ. തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് വീടുകൾ തോറും കയറിയിറങ്ങുന്ന പൊയ്മുഖങ്ങൾ വെച്ചുകൊണ്ടുള്ള കലാരൂപമേത്? ഉത്തരം കുമ്മാട്ടിക്കളി. ഓണത്തിൻ്റെ ആദ്യ ദിനത്തെ എന്ത് വിളിക്കുന്നു? ഉത്തരം അത്തം. എന്താണ് തുമ്പിതുള്ളൽ? ഉത്തരം പരമ്പരാഗത നാടോടി നൃത്തം. എരിവ്, പുളി, ഉപ്പ്, മധുരം ഇല്ലാത്ത ഓണസദ്യയിലെ വിഭവം ഏത്? ഉത്തരം ഓലൻ. വാമനൻ ചവിട്ടി താഴ്ത്തുവാനായി മഹാബലി തൻ്റെ തല കുനിച്ചു കൊടുത്തതായി കഥകളിൽ പറയുന്ന സ്ഥലമേത്? ഉത്തരം ഓണാട്ടുകര. ഓണാട്ടുകര അറിയപ്പെടുന്ന മറ്റൊരു പേര്? ഉത്തരം ഓടനാട്. തൃക്കാക്കര ക്ഷേത്രം ഏതു ജില്ലയിലാണ്? ഉത്തരം എറണാകുളം. മഹാബലിയുടെ പുത്രൻ്റെ പേര്? ഉത്തരം ബാണാസുരൻ. തമിഴകത്ത് ഓണം ആഘോഷിച്ചായി പറയുന്ന സംഘകാല കൃതി ഏത്? ഉത്തരം മധുരൈ കാഞ്ചി. ഭാഗവതത്തിലെ ഏത് സ്കന്ധത്തിലാണ് മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തിയ കഥ പറയുന്നത്? ഉത്തരം 8-ാമത്തെ. ഓണത്തെയ്യത്തിൽ സംസാരിക്കാത്ത തെയ്യമേത്? ഉത്തരം ഓണപ്പൊട്ടൻ. അവിട്ടം നാളിൽ നടക്കുന്ന വിനോദമേത്? ഉത്തരം അവിട്ടത്തല്ല്. ഓണക്കാലത്ത് ജന്മിയുമായുള്ള ഉടമ്പടി പ്രകാരം പാട്ടക്കാരനായ കുടിയാൻ നൽകേണ്ടിയിരുന്ന നിർബന്ധിത പിരിവായിരുന്ന സമർപ്പണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓണക്കാഴ്ച.
വിഷ്ണുവിൻ്റെ മറ്റൊരു അവതാരത്തിൻ്റെ ജന്മദിനവും ചിങ്ങമാസത്തിലാണ്. ആരുടേതാണ്? ഉത്തരം ശ്രീകൃഷ്ണൻ്റെ. പണ്ട് അടിയാന്മാർ ജന്മിമാർക്ക് ഓണനാളിൽ നൽകിയിരുന്ന കാഴ്ചദ്രവ്യം അറിയപ്പെടുന്ന പേര്? ഉത്തരം ഓണക്കാഴ്ച. ചിങ്ങമാസത്തിൽ പാരായണം ചെയ്യുന്ന ഗ്രന്ഥമേത്? ഉത്തരം അറിയാവുന്നവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. പാർട്ട് 1 ചോദ്യോത്തരങ്ങൾ കാണാത്തവർ കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.